യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇനിയും അത് ചർച്ച ചെയ്തിട്ട് എന്തിനാ? മധു പോയത് ഞാൻ കാരണമാണ് നമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലേ? ഞാൻ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും എന്റെ കാര്യം. ആ കാര്യം പറഞ്ഞ് ഞാൻ മാധുരിയോട് ഒരു തവണ വഴക്കിട്ടു എന്നത് ശരിയാ. പക്ഷേ പിന്നെ അതേക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആലോചിച്ചു നോക്കിയപ്പോ മധുവിന്റെ ഭാഗത്തും തെറ്റുണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അവൾക്ക് കൂടി അവകാശപ്പെട്ട സ്വർണം അവൾ എന്തിനു മോഷ്ടിക്കണമെന്നാ അവൾ എന്നോട് ചോദിച്ചത്. മാത്രല്ല ഈ ദിവസങ്ങളിലൊന്നും വീട്ടിൽ നിന്ന് പുറത്തു പോകാത്ത അവളെങ്ങനെയാ ഒറിജിനൽ സ്വർണത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അതാ സ്നേഹയുടെ വീട്ടിൽ കൊണ്ട് വെച്ചതെന്ന്. അവളല്ലേ വീട്ടിലിരിക്കുന്നുള്ളൂ. അവളുടെ ഭർത്താവൊന്നും പുറത്തു പോകുന്നുണ്ടല്ലോ. അത് തന്നെയാ എനിക്കും തോന്നിയതമ്മേ. അവസാനം അവളെല്ലാം കൊണ്ടുവയ്ക്കാൻ നോക്കുന്നത് എന്റെ പൂജമോളുടെ തലയിലാ. അതെനിക്കറിയാം. പൂജമോൾക്കെതിരെ ഈ വീട്ടില് കാലാകാലങ്ങളായി നടക്കുന്ന പ്ലാനിംഗ് ആണിതെല്ലാം. എന്ത് ചെയ്തിട്ടും ഫലിക്കാതെ വന്നപ്പോ അവസാനം കണ്ടെത്തിയ ഒരു തുറുപ്പ് ചീട്ട്. അതാ എനിക്കും തോന്നുന്നത്. മാധുരി എന്തു പറയുന്നു? എനിക്ക് ശരിക്കും എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്റെ 2 മക്കളും അവരുടെ ഭാര്യമാരും ഉൾപ്പെട്ട കേസായത്. ആരുടെ ഭാഗത്താ ഞാൻ നിൽക്കേണ്ടത്? ആരെയാ തള്ളി പറയേണ്ടത്? അതിന് അഖിലും സ്നേഹിയല്ല ഇത് ചെയ്തതെന്ന് ഇപ്പൊ ഉറപ്പായില്ലേ? അപ്പൊ ഇനി അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിന്റെ ആവശ്യമില്ലല്ലോ മാധുരി. ഞാൻ അവരെ കണ്ടിരുന്നു. അവരെല്ലാം അത് ചെയ്തതെന്ന് ആണയിട്ട് പറയുന്നതിനോടൊപ്പം അവരൊരു കാര്യം കൂടി ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. മധു ഒരിക്കലും അത് ചെയ്യില്ലെന്ന്.